അങ്ങനെ ഈ വീട്ടിൽ നിന്ന് എല്ലാവരും മലയ്ക്ക് പോയിട്ട് പിറ്റേ ദിവസം കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. ശനിയാഴ്ച ഒരു 10 മണി, രാവിലെ 10 മണിയോട് കൂടിയിട്ട് എല്ലാവരും പോയത്. അപ്പം ശനിയാഴ്ച ഒരു വൈകുന്നേരത്തോടു കൂടി തന്നെ അവർ തൊഴുതിറങ്ങിയേ. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ നോമ്പൊക്കെ മുറിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. വെച്ചില്ല, അവർ വന്നിട്ട് വെക്കാമെന്ന് ഓർത്തിട്ട് നമ്മളെല്ലാം ക്ലീനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളല്ല കേട്ടോ, അമ്മ എല്ലാം ക്ലീനൊക്കെ ചെയ്ത് വെച്ചു. ഞാൻ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരച്ചു കൊടുത്തു, സവോളയൊക്കെ ഒന്ന് അരിഞ്ഞു കൊടുത്തു കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും അമ്മ ചിക്കൻ ക്ലീൻ ചെയ്യാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് സവോള ഞാൻ അരിയുവാണ്. ഇത്ര നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വരുമ്പോഴേക്കും വൈകുന്നേരത്തേക്ക് നമ്മൾ വെച്ചാൽ മതിയല്ലോ. അങ്ങനെ എല്ലാം അരിച്ച് സെറ്റാക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഞായറാഴ്ച ആണ്ടെന്ന് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് വന്നത്. പപ്പയാണെങ്കിൽ ഈ സമയം അല്ലുക്കുഴിയും തെച്ചുടിനൊക്കെ വെച്ചപ്പറേ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം അമ്മത്തെ മുളക് പൊടിയും എല്ലാം ഇട്ടൊക്കെ ഇതെല്ലാം പേസ്റ്റൊക്കെ ആക്കി എല്ലാം തേച്ചൊക്കെ വെക്കുവാണ്. പിന്നെ പിള്ളേർക്കുള്ളത് വറുക്കാനുള്ളതൊക്കെ എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരിഞ്ഞെല്ലാം വെച്ചു, സവോളയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വന്നിട്ട് വെച്ചാൽ മാത്രം മതി. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് തുണികളൊക്കെ വിരിക്കാനുണ്ട്. അപ്പോഴേക്കും ഒരു 4 മണി ആവാറായിട്ടോ. അപ്പോൾ ഞാൻ അലക്കിയ തുണി വിരിച്ച് കഴിയുന്ന സമയം കൊണ്ട് അപ്പോഴേക്കും അവർ വിളിച്ച് പറഞ്ഞു എത്താറായി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും തെച്ചൂട്ടി എഴുന്നേറ്റ് പിന്നെ അവളെയും എടുത്തുകൊണ്ട് കുറച്ച് തുണിയൊക്കെ വിരിച്ചു. പിന്നെ ആ സമയം കൊണ്ട് അവർ വരാറായി, എത്താറെന്ന് വിളിച്ച് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ സമയം അമ്മ പെട്ടെന്ന് ഉടയ്ക്കുള്ള തേങ്ങയൊക്കെ എടുത്ത് വിളക്കൊക്കെ കത്തിച്ച് വെക്കുവാണ്. പായൊക്കെ വിരിച്ചിട്ട് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഒരു 3 മണിക്കൂറിനകത്ത് ട്രാവലേ ഉള്ളൂ കേട്ടോ ഇവിടം വരെ. അപ്പോൾ അവർ വന്ന് തേങ്ങയൊക്കെ ഉടച്ച് കഴിഞ്ഞ് എല്ലാം മാലയൊക്കെ ഊരി നമുക്ക് നമ്മുടെ പ്രസാദവും കാര്യങ്ങളൊക്കെ തന്നു കേട്ടോ. അതിപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ട്. ഏട്ടനെ കണ്ട സന്തോഷമാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഒരു ഡീറ്റെയിൽ ഡേ ലൈഫ് ഞാൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ബൈ.